ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഓർത്തു. UK വെച്ച് ഞാൻ ഇടയ്ക്ക് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ എടുത്തിടാറുണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിലെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ ഇതെൻ്റെ റൂമൊക്കെ ഞാൻ രാവിലെ ഉറക്കം എണീറ്റതേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ചെറിയ ലീവിനൊക്കെ വരുന്ന കാരണം രാവിലെ എണീക്കണം അങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ. പിന്നെ എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ അതനുസരിച്ച് എണീക്കത്തുള്ളൂ. പിന്നെ വീട്ടിൽ ഞാൻ 2 വർഷം കൂടിയിട്ടല്ലേ വന്നത്. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഈ ഡോറൊക്കെ മാറ്റിയായിരുന്നു, നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറൊക്കെ മാറ്റി. ഇങ്ങനെ ഇതാ എൻ്റെ റൂം എനിക്ക് ഇതല്ലായിരുന്നു, ഇതിൻ്റെ അപ്പുറത്തെ റൂമായിരുന്നു ആദ്യം എനിക്ക്. പിന്നെ ഞാൻ ഇങ്ങോട്ട് മാറിയതാ. വന്ന പെട്ടിയും സാധനങ്ങളെല്ലാം അലങ്കോലമായിട്ട് കിടക്കുക. ഒന്നും മര്യാദയ്ക്ക് അടുക്കാൻ പോലും ടൈം കിട്ടിയില്ല. ഇത് പപ്പായ്ക്ക് ഇതേ പഴങ്കഞ്ഞി. എന്ത് എല്ലാവരും ഞാൻ വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കും, എന്നിട്ട് ഇപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും അതിന് വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ തന്നെ പകുതി കാര്യങ്ങൾ മറന്നു. നല്ലൊരു ദിവസം കേട്ടോ, മഴയൊന്നുമില്ല. അല്ലേ ഞാൻ നാട്ടിൽ ചെന്ന് മിക്ക ദിവസം മഴയൊക്കെ ആയിരുന്നു. ഇന്നതേ നല്ല തെളിച്ചൊക്കെയുള്ളൊരു ദിവസമാണ്. ഇതാണോ മമ്മി? നല്ല അരിവും മൂലം ചേർത്ത് നല്ല വൃത്തിയായിട്ട് തൂത്ത് വാരും. ഡാഡി ജ്യൂസ് ഫോൺ ഞാൻ എടുത്തു പോകുന്നു. മറ്റേ എത്രയായിരുന്നു പറഞ്ഞോ? ഡാഡി കഹാനി. ഇതാണ്ട് മമ്മിക്ക് ജാറിലെ എനിക്ക് ഗ്ലാസ്സിലും. ഹലോ ഹലോ അത് ആവി കയറ്റാമി. ഇച്ചിരി മതി. ഞാൻ ബ്രെഡും കഴിച്ചോളാം. മതിന്ന് നമുക്ക് പ്രകൃതിയിലേക്ക് ഇറങ്ങാം. So this is my home. പാവില് കൂടിപ്പോയി എന്ത് കാണാം. അതെന്റെ ഇട്ട് കൊടുക്കും മുമ്പിൽ അന്നേരം എടുക്കും. ആർക്കും വേണ്ട കേട്ടോ, പിണങ്ങി. കുറച്ച് ദിവസമായില്ലേ കൊടുത്തിട്ടതാ. മഴ പെയ്യാൻ തുടങ്ങി. മറ്റേ കുളത്തിലോ ചില്ല് മാറ്റാൻ പറഞ്ഞു. ഇത് ഞാൻ വെച്ച കൊക്കോ മരമാണ്. ശംഖുമുഖം. ഓട്ടം, കറിവേപ്പ്. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? പപ്പ പോയി ഷർട്ട് എടുത്തിട്ട് പപ്പ. മമ്മീനെ കാണാൻ കൊള്ളാം കേട്ടോ, കൊള്ളാം. എന്താ ചിരിച്ചോണ്ട് നിൽക്കുന്നത്? ഞാൻ കമ്പിളി നാരങ്ങ കാണിച്ചുതരാം. ഇതെല്ലാം മമ്മിയുടെ ചെടികളാണ്. മമ്മിയാണ് ചെടിയുടെ ആള്. കൃഷി പപ്പാടെ. തക്കാളിയാന്ന് തോന്നുന്നു. ഇതാ കാന്താരി കണ്ടോ, കമ്പിളി നാരങ്ങ. നമുക്കിങ്ങനെ പറിക്കാം. ബബ്ലൂസ് നാരങ്ങ എന്നും പറയുമല്ലേ ചിലടത്ത്, പല നെയിമിൽ ഒരേ സാധനം. ഇത് തേന, ചെറുതേന. ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇത് നമ്മുടെ റംബൂട്ടാൻ. മഴ പെയ്യാൻ തുടങ്ങി. എന്നും മഴ. അങ്ങ് വരെ ചെടികൾ വെച്ചിട്ടുണ്ട്. എല്ലാം മമ്മിയുടെ കേട്ടോ.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ അലുവ ഉണ്ട്, മിക്സറുണ്ട്, അതൊക്കെ എടുത്ത് കഴിക്കുക. അപ്പം നാട്ടിലുള്ളപ്പോൾ അല്ലേ ഇതൊക്കെ നമുക്ക് നല്ലതായിട്ട് കിട്ടത്തുള്ളൂ. ഇവിടെ കിട്ടിയാലും രുചിയിലും വിലയിലും ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. പിന്നെ അതെല്ലാം ഇരുന്ന് കഴിച്ചു. നല്ലതാണോ? പപ്പ ഇത് കഴിച്ചിട്ടുള്ളതല്ലേ? മമ്മിയോ? നല്ല മുട്ടായി. നല്ല പിന്നെ അങ്ങനെ ലഞ്ച് ടൈമായി. അപ്പോൾ അച്ചാറ്, മുട്ട പൊരിച്ചത്, മോര്, പിന്നെ എന്തായിരുന്നു കപ്പളങ്ങാത്തോരൻ, ഇതൊക്കെ കൂട്ടി നമ്മൾ ലഞ്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് അല്ലേ? അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തോ ഓർഡർ വന്നു. നമ്മുടെ എനിക്ക് തോന്നുന്നു പല്ലിൻ്റെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന മറ്റേ ഫ്ലോസ് ഇല്ലേ, അതാണെന്ന് തോന്നുന്നു. അതെ, അത് ഓർഡർ വന്നപ്പോൾ അത് മേടിച്ചത് അൺപാക്കൊക്കെ. കാരണം ഈ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ ഈ പല്ലിൻ്റെ എല്ലാവരും പറയുന്നൊരു പ്രശ്നമാണ്, UK നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ഒക്കെയാണ് ഈ പല്ലിൻ്റെയൊക്കെ. അപ്പം എൻ്റെ പല്ലും കുറച്ച് സീനൊക്കെ ആയായിരുന്നു. ഞാൻ പിന്നെ പോയി ക്ലീൻ ചെയ്തു. അപ്പോൾ ഡോക്ടർ എന്നോട് സജസ്റ്റ് ചെയ്തത് ഇത് യൂസ് ചെയ്താൽ കുറേ കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഒരെണ്ണം മേടിച്ച് വെക്കുക, അത് ചാർജ് ചെയ്ത് വെള്ളം ഒഴിച്ച് യൂസ് ചെയ്യുന്നതാണ്. സോ ഞാനത് ഓർഡർ ചെയ്തു. ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അത് വന്നു. ഞാൻ അതിൻ്റെ പാക്കിങ്ങൊക്കെ നോക്കുമായിരുന്നു, നല്ല പാക്കിങ്ങൊക്കെയാണ്. പിന്നെ ഇതിൽ അത് ചാർജ് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ മോഡുണ്ട്, സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് നോക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചെക്കനും മമ്മിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊന്ന് പുറത്തൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അവർ വന്ന് എന്നെയും കൂട്ടിക്കൊണ്ടാണ് പോയേ. ഞങ്ങൾക്ക് ഡ്രസ്സിൻ്റെ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യണമായിരുന്നു, കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളത്. ആകെ 4-5 ദിവസം അത്. അപ്പോൾ ഞങ്ങൾ പ്ലാനിങ് ആയിട്ടേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് വേറൊരു വീട്ടിൽ പോകണമായിരുന്നു കല്യാണം പറയാൻ. അത് പക്ഷേ അവിടെ ആരും എന്തോ അത് നടന്നില്ല. അവിടെ ആരും ഇല്ലായിരുന്നു തോന്നുന്നു. അവിടെ അടുത്ത വഴിയൊക്കെ ചോദിച്ചിട്ടും എല്ലാവരും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പിന്നെ അത് നടന്നില്ല. പിന്നെ അവരെന്നെ വൈകുന്നേരം വീട്ടിൽ കൊണ്ടാക്കി. എന്നിട്ട് അതുവഴി അവരങ്ങ് പോയി. അപ്പോൾ അവർ വന്നപ്പോൾ ഏത്തക്കാപ്പം പഴംപൊരി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വീട്ടിലെത്തി അതൊക്കെ കഴിച്ചു. മമ്മിയുടെ മീൻകറി ഒന്ന് കാണിച്ചേ. ആഹാ, കൂൾ. ഞാനപ്പോൾ പാത്രമെല്ലാം കഴുകി കൊടുത്തു. പിന്നെ അവിടെ എല്ലാം ഒന്ന് തുടച്ചിട്ടു. അത് കഴിഞ്ഞപ്പോൾ കുളിക്കാൻ ഓർത്തു. കുളിക്കാൻ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നൊരു സ്ക്രബാണ് കേട്ടോ. അത് യൂസ് ചെയ്ത് ഞാനും ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് എടുത്ത് കുളിച്ചു. നല്ലതായിരുന്നു. നാട്ടിൽ വന്ന് നമ്മുടെ നാട്ടിലെ വെള്ളമൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഒരു വ്യത്യാസം വരും. ഈ ഹാർഡ് വാട്ടറൊക്കെ കാരണം ഒത്തിരി മുടി കൊഴിച്ചിലും പ്രശ്നങ്ങളൊക്കെ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ കല്യാണം പ്രമാണിച്ചാണെങ്കിലും സ്കിന്നും ഹെയറും ഒന്നും മര്യാദയ്ക്ക് നോക്കാനൊന്നും ടൈം കിട്ടിയില്ല. ചെറുതായിട്ടൊന്ന് മുടി വെട്ടി പിന്നെ ക്ലീനപ്പൊക്കെ ചെയ്തു. അത് നമ്മൾ മേക്ക് ഓവർ ചെയ്യുമ്പോഴത്തേക്കിനും അവർക്കും നമ്മുടെ സ്കിന്നൊന്ന് പ്രിപ്പയർ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് പോയെന്നേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കൊരു ടൈം കിട്ടിയില്ല ഒന്നിനും. പിന്നെ ഈ ഹാർഡ് വാട്ടർ അല്ലാണ്ട് നമ്മുടെ സാധാരണ വെള്ളം ഉപയോഗിക്കുമ്പം തന്നെ നമുക്കൊരു ആശ്വാസം തോന്നും. കുളിയെല്ലാം കഴിഞ്ഞു. അത്താഴം കഴിച്ചു. നല്ല മീൻകറി, മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തെ കറി ഉണ്ടായിരുന്നു. എനിക്ക് സ്റ്റീൽ പ്ലേറ്റ് കഴിക്കുന്ന കേട്ടോ ഏറ്റവും കംഫർട്ടബിൾ. ഞാനിപ്പോൾ UK പോയപ്പോഴും 2-3 സ്റ്റീൽ പ്ലേറ്റൊക്കെ ആയിട്ടാണ് പോയത്. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ അതാണ്. അപ്പം അങ്ങനെയൊക്കെ പോയി എൻ്റെ ഒരു ദിവസം ഞാൻ ഇനി പ്രാർത്ഥിച്ച് കിടക്കും. നാട്ടിൽ എൻ്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ്. ബൈ.